Hi all, welcome back to Edus International Academy. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് GCC പ്രോമെട്രിക് എക്സാംസിന് സാധാരണ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസും പഠിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയുണ്ട് അല്ലേ. അതായത് യൂഷ്വലി നമുക്കറിയാം GCC എക്സാംസിനൊക്കെ ചോദിക്കുക ഒരു ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് വായിക്കുകയാണെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് എന്താണ് ഈ പറയുന്ന എക്സാമിനർ അല്ലെങ്കിൽ ചോദ്യകർത്താവ് എന്താണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും അല്ലേ. നമ്മുടെ മെയിൻ ആയിട്ട് നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ചാൻസിൽ തന്നെ നമുക്ക് എക്സാം പാസ് ആകാൻ കഴിയണം അല്ലേ. ഇതിൽ പ്രത്യേകിച്ച് റാങ്കിങ് ഒരു ക്രൈറ്റീരിയ ഇല്ല. നമ്മൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു 50% അല്ലെങ്കിൽ 60% മാർക്കൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. അത് മതി നമുക്ക് ലൈസൻസർ കിട്ടാനായിട്ട് അല്ലെങ്കിൽ ലൈസൻസ് കിട്ടാനായിട്ട് അല്ലേ. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള രീതികളുണ്ട്. ആ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ കഴിയും കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എ പേഷ്യന്റ് പ്രസന്റ് ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് ഫോൾ അല്ലെ. പേഷ്യന്റ് വീണ് കഴിഞ്ഞിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നിരിക്കുകയാണ്. ദ നഴ്സ് നോട്ടീസസ് ദാറ്റ് ദ പേഷ്യന്റ്സ് ലെഫ്റ്റ് ലെഗ് ഈസ് എക്സ്റ്റേണലി റൊട്ടേറ്റഡ് ആൻഡ് ഷോർട്ടർ ദാൻ ദ റൈറ്റ് ലെഗ് അല്ലെ. പേഷ്യന്റ് നോക്കിയാൽ ലെഫ്റ്റ് ലെഗ് എന്താണ്, എക്സ്റ്റേണലി റൊട്ടേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അല്ലെ. അതായത് പുറത്തേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൂടാതെ റൈറ്റ് ലെഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലെഗ് ഷോർട്ടർ ആണ്, കുറച്ച് എന്താ നീളം കുറഞ്ഞു പോയിട്ടുണ്ട് ലെഫ്റ്റ് ലെഗിന്. ദ പേഷ്യന്റ് കനോട്ട് മൂവ് ദ ലെഫ്റ്റ് ലെഗ് ആൻഡ് കംപ്ലൈൻസ് ഓഫ് സിവിയർ പെയിൻ. പേഷ്യന്റ് ഇടത്തെ കാല് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല, കൂടാതെ സിവിയർ ആയിട്ടുള്ള പെയിൻ പേഷ്യന്റ് കംപ്ലൈൻ ചെയ്യുന്നുണ്ട്. വാട്ട് ഇസ് മോസ്റ്റ് ലൈക്ലി കോസ് ഓഫ് ദി സിംറ്റംസ് കേട്ടോ. ഈ സിംറ്റംസിന്റെ ഏറ്റവും കൂടുതൽ കാരണം ആയേക്കാവുന്ന റീസൺ എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ ഈസ് ഡിസ്ലൊക്കേറ്റഡ് പെറ്റല അല്ലെ. പെറ്റല നമുക്കറിയാം അല്ലെ, പെറ്റലയുടെ ഡിസ്ലൊക്കേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ ബി ഫ്രാക്ചേർഡ് ലെഫ്റ്റ് ഹിപ്പ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ സി നോക്കിയേ ഫ്രാക്ചേർഡ് ലെഫ്റ്റ് ടിബിയ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ ഡി ഈസ് ഡിസ്ലൊക്കേറ്റഡ് ലെഫ്റ്റ് ഫിബുല അല്ലെ. നമുക്കറിയാം ഈ പറഞ്ഞ പെറ്റല എന്ന് പറഞ്ഞാൽ ഒരു സെസമോയിഡ് ബോൺ ആണ്, നമ്മുടെ ഈ നീല് ഉള്ള ബോൺ അല്ലെ. അതിനാണ് നമ്മൾ പെറ്റല എന്ന് പറയുക. അപ്പോൾ യൂഷ്വലി നോക്കിയേ, ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ പറയുന്ന എന്താ ഷോർട്ടണിങ് ഓഫ് ദ ലെഗ്, അതുകൂടാതെ എക്സ്റ്റേണൽ റൊട്ടേഷൻ ഓഫ് ദ ലെഗ് ഒക്കെ ഉണ്ടാവുമോ ഈ പറയുന്ന ഒരു പെറ്റല്ല ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ? യൂഷ്വലി ഈ പെറ്റല്ല ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാലും ഇത് വരാനുള്ള, അതായത് എക്സ്റ്റേണൽ റൊട്ടേഷൻ ഓഫ് ദ ഒരു ലെഗിന്റെ എക്സ്റ്റേണൽ റൊട്ടേഷനും അതുകൂടാതെ ഷോർട്ടണിങ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എ ഇവിടെ എലിമിനേറ്റ് ചെയ്യാം അല്ലെ. ഞാൻ ഇതിന്റെ ഒരു ഡയഗ്രാം കൂടെ കാണിച്ചുതരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കേസിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഈ സിനാരിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കേസ് ഇതാണ്. നോക്കിയേ, ഇവിടെ റൈറ്റ് ലെഗ് നോക്കിയാൽ റൈറ്റ് ലെഗ് ഈസ് ഓക്കെ അല്ലെ, റൈറ്റ് ലെഗ് നോർമൽ ആയിട്ടാണ് ഇരിക്കുക. ലെഫ്റ്റ് ലെഗ് നോക്കിയാൽ എക്സ്റ്റേണലി റൊട്ടേറ്റ് ചെയ്തിട്ട് അല്ലെ, പുറത്തേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും അല്ലെ. നോക്കി ഈ ഒരു നീ ഇങ്ങനെ ഇരിക്കുന്നു, ഈ നോക്കിയാൽ ലെഫ്റ്റിലേക്ക് പുറത്തേക്ക് എക്സ്റ്റേണലി റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുക. അതുകൂടാതെ നമ്മൾ ലെങ്ത് നോക്കി കഴിഞ്ഞാൽ റൈറ്റ് ലെഗിന്റെയും ലെഫ്റ്റ് ലെഗിന്റെയും ലെങ്ത്തിൽ തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അതായത് ലെഫ്റ്റ് ലെഗ് നോക്കിയാൽ ഷോർട്ടൻ ചെയ്തിട്ടായിരിക്കും അല്ലെ. അപ്പൊ ഏത് സിനാരിയോയിലാണ്, ഏത് കേസിലാണ് ഈ ഒരു എന്താ പ്രസന്റേഷൻ, ഈ ഒരു പേഷ്യന്റ് പ്രസന്റേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ യൂഷ്വലി നമ്മൾ പറഞ്ഞു ഡിസ്ലൊക്കേറ്റഡ് പെറ്റലായാലും അത് വരില്ല അല്ലെ, ഡിസ്ലൊക്കേറ്റഡ് പെറ്റലായാലും വരില്ല. പിന്നെ നോക്കിയേ ഫ്രാക്ചേർഡ് ലെഫ്റ്റ് ഹിപ്പ്, അത് അവിടെ നിന്നോട്ടെ കേട്ടോ, ഫ്രാക്ചേർഡ് ലെഫ്റ്റ് ഹിപ്പ് നിൽക്കട്ടെ. പിന്നെ നോക്കിയാൽ ഫ്രാക്ചേർഡ് ലെഫ്റ്റ് ടിബിയ, നോക്കിയാൽ ടിബിയയും ഫിബുലയും അല്ലെ. നമ്മൾ യൂഷ്വലി നമ്മുടെ ഈ പറഞ്ഞ ഫീമറിന്റെ താഴേക്ക് വരുന്ന രണ്ട് ബോൺസ് ആണ് നമ്മൾ ടിബിയ ഫിബുല എന്ന് പറയുക. സോ യൂഷ്വലി നമുക്ക് ടിബിയയിലും ഫിബുലയിലും അല്ലെ, നമ്മുടെ എക്സ്ട്രിമിറ്റീസിലേക്ക് താഴേക്കുള്ള മുട്ടിന് താഴേക്ക് വരുന്ന എന്താ നമ്മുടെ ബോൺസ് ആണ് ടിബിയ ഫിബുല എന്ന് പറയുക. സോ നിങ്ങൾ ഓർക്കേണ്ടത് അവിടെ ഫ്രാക്ചർ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, ടിബിയയിലും ഫിബുലയിലും ഫ്രാക്ചർ വന്നിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ഒരു എക്സ്റ്റേണൽ റൊട്ടേഷൻ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ കുറവാണ്. സോ അവിടെ ഒരു എക്സ്റ്റേണൽ റൊട്ടേഷൻ വരണം എന്നുണ്ടെങ്കിൽ എന്താ, നമ്മുടെ ഈ പറയുന്ന മുകളിലേക്ക് അല്ലെ, അതായത് നീ ജോയിന്റിന്റെ മുകളിലേക്ക് ഉള്ള ബോൺസിന് ഫ്രാക്ചർ ഉണ്ടാകണം. സോ അതാണ് എന്താ ഫ്രാക്ചേർഡ് ലെഫ്റ്റ് ഹിപ്പ് എന്ന് പറയുക. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക എന്താണ്, ഓപ്ഷൻ ബി ഫ്രാക്ചേർഡ് ലെഫ്റ്റ് ഹിപ്പ് കേട്ടോ. ഫ്രാക്ചേർഡ് ലെഫ്റ്റ് ഹിപ്പ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ഡ് by the nurse to create a beneficial outcome in the delivery of quality nursing care കേട്ടോ. ഒരു ക്വാളിറ്റി നഴ്സിംഗ് കെയർ ഡെലിവർ ചെയ്യാനായിട്ടുള്ള, അതുകൂടാതെ ഒരു ക്വാളിറ്റി നഴ്സിംഗ് കെയർ ഡെലിവർ ചെയ്യുക, അതുകൂടാതെ പേഷ്യന്റിന് ബെനിഫിഷ്യൽ ഔട്ട്കം ഉണ്ടാവുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയാണ്, കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കാണ് ഈ പറയുന്ന തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക കേട്ടോ. സോ ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ ടേം തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ കേട്ടോ. തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടേം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സ്യൂട്ട് ചെയ്യുന്ന എക്സ്പ്ലനേഷൻ എന്താണ്? ഓക്കെ, ഓപ്ഷൻ ഈസ് ഇന്ററാക്റ്റീവ് പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ.
Option B is assessment component of nursing process. Option C, communication with patient through words and language. Option D, process to encourage the expression of feelings and needs. അല്ലേ നോക്കിയേ, ഇവിടെ നമ്മൾ ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ഓപ്ഷൻസും സ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ അല്ലേ. യൂഷ്വലി തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ തെറാപ്പിയുടെ ഭാഗമായിട്ട് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. എന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ നീഡ്സ് നമ്മൾ വളരെ കൃത്യമായിട്ട് വളരെ ഡെപ്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അല്ലെ. അതുകൂടാതെ പേഷ്യന്റിന് ഒരു ഫ്രീഡം തോന്നണം അല്ലെ. എന്തിനു വേണ്ടിയാണ്? പേഷ്യന്റിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ, എന്താണ് പേഷ്യന്റ് അലട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പേഷ്യന്റ് കൃത്യമായിട്ട് ഉള്ള ഒരു ട്രസ്റ്റ് നമ്മളോട് കൂടെ ഉണ്ടാകണം അല്ലെ. എങ്കിൽ മാത്രമേ പേഷ്യന്റെ നീഡ്സ് എന്താണ്, പേഷ്യന്റെ ഫീലിംഗ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പേഷ്യന്റ് നമ്മളോട് പറയത്തുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാവേ. ഓപ്ഷൻ ഈസ് ഇന്ററാക്റ്റീവ് പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അവിടെ യൂഷ്വലി ഈ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ വേണമെന്നില്ല, നമ്മൾ യൂഷ്വലി ഉള്ള കമ്മ്യൂണിക്കേഷൻ മതിയാവും അല്ലെ, ഒരു സോഷ്യലൈസേഷൻ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. അപ്പം അത് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഓപ്ഷൻ ബി നോക്കി, അസസ്മെന്റ് കമ്പോണന്റ് ഓഫ് നഴ്സിംഗ് പ്രോസസ് അല്ലെ. ഒരു ഇതിൽ പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് അസസ്മെന്റ് പ്രോസസ്സ്, നമ്മുടെ നഴ്സിംഗ് പ്രോസസ്സിലെ അസസ്മെന്റ് എന്ന് പറയുന്ന കമ്പോണന്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ എങ്കിലും അതൊന്നും അവിടെ നിൽക്കട്ടെ, അതിനേക്കാളും കുറച്ചുകൂടി ആക്യുറേറ്റ് ഉള്ള ആൻസർ ഉണ്ടോ നമുക്ക് നോക്കാവേ. ഓപ്ഷൻ സി നോക്കിയാൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് പേഷ്യന്റ് ത്രൂ വേർഡ്സ് ആൻഡ് ലാംഗ്വേജ് അല്ലെ, അതായത് പേഷ്യന്റിന്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വേർഡ്സ് ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട്. ഓക്കെ, അതും ഏകദേശം കറക്റ്റ് ആണ്. നോക്കാം നാലാമത്തെ ഓപ്ഷൻ, പ്രോസസ് ടു എൻകറേജ് ദ എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്സ് ആൻഡ് നീഡ്സ് അല്ലെ. അതാണ് കുറച്ചുകൂടെ എന്താ അടുത്തേക്ക് വരിക അല്ലെ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ പേഷ്യന്റിനെ എൻകറേജ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? പേഷ്യന്റ് എക്സ്പ്രഷൻ, പേഷ്യന്റെ നീഡ്സ് എന്താണ്, പേഷ്യന്റെ ഫീലിംഗ്സ് എന്താണ്, ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ പേഷ്യന്റിനെ എൻകറേജ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നോക്കിയാൽ a patient in the surgical ward was transferred to the isolation room after the wound swab confirmed to have methicillin resistant staphylococcus aureus. കേട്ടോ, പേഷ്യന്റ് MRSA പോസിറ്റീവ് എന്നാണ് പറയുക കേട്ടോ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷേഴ്സ് ഷുഡ് ദ നഴ്സ് ടേക്ക് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ ഇൻ ദ വാർഡ്. കേട്ടോ, അതായത് ഈ MRSA ഉള്ള പേഷ്യന്റ് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വാർഡിലേക്ക് ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ കഴിയുന്ന മെഷർ എന്താണ്? ഓപ്ഷൻ എ, ക്ലീൻ ദ റൂം 3 times a day. Option B, discard all soiled dressings into waste bag. Option C, instruct the patient to wash hands regularly. Option D, wear gloves and gown on every entry into the room. എന്തായിരിക്കാം? ഓക്കെ, ഇത് നമുക്കറിയാം. ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയട്ടെ. MRSA യൂഷ്വലി നമ്മളൊരു കോൺടാക്ട് ആയിട്ട് അല്ലെ കോൺടാക്ട് വഴി നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന രോഗമെന്ന് പറയല്ലേ. സോ യൂഷ്വലി നമ്മൾ കോൺടാക്ട് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാനായിട്ട് പറയാറുണ്ട് MRSA ഉള്ള പേഷ്യൻസിന് കെയർ ചെയ്യുമ്പോൾ. ഈ ഒരു ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഓപ്ഷൻസ് ഒന്നും ഇവിടെ നോക്കിയാൽ ക്ലീൻ ദ റൂം 3 times a day. ഓക്കെ, കറക്റ്റ് ആണോ ചോദിച്ചാൽ കറക്റ്റ് ആണ്, പക്ഷേ അതിനേക്കാളും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടോ നോക്കാവേ. ഡിസ്കാർഡ് ഓൾ സോയിൽഡ് ഡ്രസ്സിംഗ് ഇൻ ടു വേസ്റ്റ് ബാഗ്. ഓക്കെ, അത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് ടു വാഷ് ഹാൻഡ്സ് റെഗുലർലി, അതും ജനറലായിട്ട് നമ്മൾ എല്ലാ പേഷ്യൻസിനോടും പറയാറുണ്ട്. ഓപ്ഷൻ ഡി നോക്കിയേ, ഞാൻ പറഞ്ഞു ഇതൊരു കോൺടാക്ട് പ്രിക്കോഷൻ എടുക്കേണ്ട ഒരു ഡിസീസ് ആണ്. സോ അതുകൊണ്ട് തന്നെ the nurse have to wear gloves and gown on every entry to the room അല്ലെ. പേഷ്യന്റ് റൂമിലേക്ക് കയറുമ്പോൾ എപ്പോഴും നോസ്, ഗ്ലൗസ്, അതുകൂടാതെ ഗൗൺ ഒക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസീസിന്റെ സ്പ്രെഡ് നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നോക്കിയേ, ദ ചാർജ് nurse is evaluating the skills of a newly joined registered nurse who is providing care to a client with shock. കേട്ടോ, അതായത് നോക്കിയേ, ഇവിടെ രണ്ടുപേരുണ്ട്. ഒന്ന് പുതുതായിട്ട് ജോയിൻ ചെയ്ത രജിസ്റ്റേർഡ് നഴ്സ് അല്ലേ, അതായത് ന്യൂലി ജോയിൻഡ് രജിസ്റ്റേർഡ് നഴ്സ്. രണ്ടാമത്തെ ചാർജ് നഴ്സ്. അപ്പോൾ ഈ പുതുതായിട്ട് വന്ന രജിസ്റ്റേർഡ് നഴ്സ് എന്താണ് ചെയ്യുക? ഒരു പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യാണ്. പേഷ്യന്റിന് എന്താണ് ഡയഗ്നോസിസ്? ഷോക്കാണ് പേഷ്യന്റ് ഡയഗ്നോസിസ് അല്ലെ. സോ ഇവിടെ ഈ ഒരു സിനാരിയോ ഇവാലുവേറ്റ് ചെയ്യാൻ അവിടെ ആരുണ്ട്? അവിടെ ഒരു ചാർജ് നേഴ്സ് ഉണ്ട്. നമ്മൾ യൂഷ്വലി ഒരു സൂപ്പർവൈസർ ഉണ്ട് അല്ലേ. സോ ഇവിടെ വിച്ച് ആക്ഷൻ ടേക്കൺ ബൈ ദ ന്യൂ നഴ്സ് വുഡ് മോസ്റ്റ് ലൈക്ലി ഇൻഡിക്കേറ്റ് ദ നീഡ് ഫോർ ഫർദർ ഇൻസ്ട്രക്ഷൻസ്. കേട്ടോ, ഫർദർ ഇൻസ്ട്രക്ഷൻസ് വീണ്ടും ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആക്ഷൻ എന്താണ്? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സിനാരിയോയിൽ ആപ്ലിക്കബിൾ അല്ലാതെ വരുന്ന ഒരു സ്റ്റെപ്പ്, ഒരു ഇന്റർവെൻഷൻ വരുന്നുണ്ട്. അത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയാൽ ഓപ്ഷൻ എ, അഡ്മിനിസ്റ്റർ ഫ്രൂസിമെന്റ് ടു ക്ലയന്റ് ഇൻ കാർഡിയോജനിക് ഷോക്ക് വിത്ത് പൾമിനറി ആർട്ടറി വെഡ്ജ് പ്രഷർ ഓഫ് 24. നോക്കിയാൽ പൾമിനറി ആർട്ടറി വെഡ്ജ് പ്രഷർ 24 ആണ്. അതുകൂടാതെ പേഷ്യന് കാർഡിയോജനിക് ഷോക്ക് ആണല്ലേ. കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയുമ്പോൾ യൂഷ്വലി പേഷ്യന് ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടാകും. സോ അതുകൊണ്ട് പേഷ്യന് പൾമിനറി എഡിമ ഉണ്ടാകും. അതുകൊണ്ടാണ് പൾമിനറി ആർട്ടറി വെഡ്ജ് പ്രഷർ യൂഷ്വലി നമ്മൾ പറയുക ഒരു 18 അല്ലെ, ഒരു 12 to 18 millimeters ഓഫ് മെർക്കുറി വരെയൊക്കെയാണ് പറയുക. അവിടെ 24 ആണ്. അപ്പോൾ അവിടെ പ്രഷർ കൂടുതലാണ് അല്ലെ. സോ പ്രഷർ കൂടുതലാണെങ്കിൽ നമ്മൾ യൂഷ്വലി
ഈ പറയുന്ന ഡയൂറിറ്റിക്സ് പോലുള്ള ഡ്രഗ്സ് നമ്മൾ കൊടുക്കാറില്ല. അപ്പൊ ഈ പറയുന്ന ഫ്രൂസിമൈഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ലാസിക്സ് അല്ലെ, ലാസിക്സ് എന്ന് പറയുന്ന ഡ്രഗാണ് ഫ്രൂസിമൈഡ്. അതൊരു ലൂപ്പ് ഡയൂറിറ്റിക് ആണ്. ശരീരത്തിലുള്ള എക്സസ് ആയിട്ടുള്ള വാട്ടറിനൊക്കെ പുറത്തേക്ക് കളയുന്ന ഒരു മെഡിസിൻ ആണ് ഈ പറയുന്ന ഫ്രൂസിമൈഡ് അല്ലെങ്കിൽ ലാസിക്സ് എന്ന് പറയുന്നത്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ ഇങ്ങനെ ഒരു സിനാരിയോ ഉണ്ട്, ഈ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസിക്സ് യൂഷ്വലി കൊടുക്കാറുണ്ട്. ഓപ്ഷൻ ബി നോക്കിയാൽ ഇൻക്രീസ് നോർ എപ്പിനെഫ്രിൻ ഇൻഫ്യൂഷൻ റേറ്റ് ടു മെയിൻറ്റെയിൻ arterial pressure greater than 65 millimeters of mercury in a patient with anaphylactic shock. നോക്കിയാൽ ഇവിടെ സാധാരണ നമ്മൾ നോർ എപ്പിനെഫ്രിൻ ഇൻഫ്യൂഷൻ കൊടുക്കാറുണ്ട്. പേഷ്യന്റ് ഷോക്കിലാണെങ്കിൽ എന്തിനു വേണ്ടിയാണ്? നോർ എപ്പിനെഫ്രിൻ യൂഷ്വലി നമ്മുടെ BP ഇൻക്രീസ് ചെയ്യാറുണ്ട്. പിന്നെ വാസോ കൺസ്ട്രക്ഷൻ അല്ലെ, പെരിഫറീസിലൊക്കെ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകാറുണ്ട്. കാരണം എന്താണ്? ഷോക്കിൽ യൂഷ്വലി പെരിഫറൽ വാസോ ഡയലേഷൻ ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ബ്ലഡ് എന്ത് ചെയ്യും? ബ്ലഡ് നമ്മുടെ എല്ലാ ടാർഗറ്റ് ഓർഗൻസിലും എത്തില്ല, പെർഫ്യൂഷൻ കുറവായിരിക്കും അല്ലെ. അതുകൊണ്ട് നമ്മൾ യൂഷ്വലി വാസോ പ്രസേഴ്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ഇവിടെ ആർട്ടീരിയൽ പ്രഷർ ഒരു 65, അതായത് മീൻ ആർട്ടീരിയൽ പ്രഷർ 65ന്റെ മുകളിലേക്ക് നിർത്താനായിട്ട് നോർ എപ്പിനെഫ്രിന്റെ ഇൻഫ്യൂഷൻ കൂട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഈസ് അബ്സല്യൂട്ട്ലി കറക്റ്റ് അല്ലേ. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ആണ്. മൂന്നാമത്തേക്ക് മൂവ്സ് പൾസ് ഓക്സിമീറ്റർ സെൻസർ ഫ്രം ഫിംഗർ ടു ദ ഫോർഹെഡ് ഓഫ് എ ക്ലയന്റ് വിത്ത് സെപ്റ്റിക് ഷോക്ക്. പേഷ്യന്റ് സെപ്റ്റിക് ഷോക്ക് ആണ്. അപ്പോൾ പൾസ് ഓക്സിമീറ്റർ, ഫിംഗറിലിരിക്കുന്ന പൾസ് ഓക്സിമീറ്റർ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫോർഹെഡിലേക്ക് മാറ്റുന്നു, ചേഞ്ച് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പെരിഫറൽ ടിഷ്യൂ പെർഫ്യൂഷൻ കുറവായിരിക്കും, പെരിഫറീസിലേക്ക് ഒക്കെ എത്തുന്ന ബ്ലഡിന്റെ അളവ് കുറവായിരിക്കും. അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പെരിഫറീസിലേക്ക് എത്തുന്ന ബ്ലഡിന്റെ അളവ് കുറഞ്ഞാൽ പ്രഷർ കുറയും, പെർഫ്യൂഷൻ കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പൾസ് ഓക്സിമീറ്റർ വാല്യൂ നമ്മൾക്ക് കിട്ടില്ല അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ആണ് ഈ പറഞ്ഞ സിനാരിയോയിൽ. ഓപ്ഷൻ ഡി നോക്കിയേ, പ്ലേസ് ഹെഡ് ഓഫ് ദ ബെഡ് ഇൻ ഹൈ ഫൗളർ പൊസിഷനിൽ. പേഷ്യന്റ് ഹെഡിന്റെ എലിവേറ്റ് ചെയ്ത് ഹൈ ഫൗളർ പൊസിഷനിൽ വെക്കണം. ഫോർ എ ക്ലയന്റ് വിത്ത് ഹൈപ്പോ ഒളിമിക് ഷോക്ക്. കേട്ടോ, പേഷ്യന്റ് ഹൈപ്പോ ഒളിമിക് ഷോക്ക് ഉണ്ടെങ്കിൽ ഹെഡ് ഓഫ് ദ ബെഡ് എലിവേറ്റ് ചെയ്ത് വെക്കണം എന്നാണ് പറയുക. അങ്ങനെയാണോ ശരിക്കും? ഹൈപ്പോ ഒളിമിക് ഷോക്ക് ഫ്ലൂയിഡിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? യൂഷ്വലി ഹെഡിന്റെ നമ്മുടെ ഫൂട്ടിന്റെ എലിവേറ്റ് ചെയ്ത് വെക്കും. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ വീനസ് റിട്ടേൺ, അതായത് ഹാർട്ടിലേക്ക് ബ്ലഡ് എത്തുന്ന കൂടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ലോവർ എക്സ്ട്രിമിറ്റീസ് എലിവേറ്റ് ചെയ്ത് വെക്കും. സോ ഇവിടെയാണ് നമ്മുടെ പുതുതായിട്ട് ജോയിൻ ചെയ്ത നഴ്സിന് കറക്ഷൻ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് മീൻസ് ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. പ്ലേസ് ദ ഹെഡ് ഓഫ് ദ ബെഡ് ഇൻ ഹൈ ഫൗളർ പൊസിഷൻ. യൂഷ്വലി അത് ഹെഡ് ഓഫ് ദ ബെഡ് താഴ്ത്തി തന്നെ വെക്കണം. ഫുട്ട് യൂഷ്വലി എലിവേറ്റ് ചെയ്ത് വെക്കാനാണ് നമ്മൾ പറയുക ഹൈപ്പോളിമിക് ഷോക്ക് ഉള്ള പേഷ്യന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, 26-year-old patient came for lithotripsy for her kidney stone. പേഷ്യന്റ് റീനൽ സ്റ്റോൺ ആണ്. എന്ത് പ്രൊസീജിയറിന് വേണ്ടിയാണ് വന്നേക്കുന്നത്? ലിത്തോട്രിപ്സി എന്ന് വെച്ചാൽ പേഷ്യന്റ് കിഡ്നി സ്റ്റോൺ നമ്മൾ പൊടിച്ച് കളയണം എന്ന് പറയാറുണ്ട് അല്ലെ, പൾവറൈസ് ചെയ്ത് കളയണം എന്ന് പറയാറുണ്ട്. ഷീ വാസ് അക്കമ്പനിഡ് ബൈ ഹർ ഹസ്ബൻഡ്. ഹർ വൈറ്റൽ സൈൻസ് വെർ സ്റ്റേബിൾ ആൻഡ് ഷീ വാസ് ഓവർ വെയ്റ്റ്. ഹർ ഇൻവെസ്റ്റിഗേഷൻസ് റിവീൽഡ് ഹർ പ്രഗ്നൻസി ടെസ്റ്റ് ആസ് പോസിറ്റീവ് ആൻഡ് ഷീ ഹാസ് 2 months pregnant അല്ലേ. She was 2 months pregnant. Patient 2 മാസം pregnant ആണ്. Which is the following action should the nurse take for this patient? ഈ പറഞ്ഞിരിക്കുന്നതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു നഴ്സിംഗ് ആക്ഷൻ എന്താണ് എന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതിന് മുന്നേ ഞാൻ ലിത്തോട്രിപ്സി എന്താണെന്ന് പറഞ്ഞിട്ട്, ലിത്തോട്രിപ്സി എന്ന് പറയാൻ നമ്മൾ പറയാറുണ്ട് കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ റീനൽ സ്റ്റോൺ എന്ന് പറയാറുണ്ട്. സോ ആ റീനൽ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് സിവിയർ ആയിട്ടുള്ള ഫ്ലാങ്ക് പെയിൻ അല്ലെ, സൈഡിലേക്കൊക്കെ ഉള്ള പെയിൻ സിവിയർ ആയിരിക്കും. ചില കേസിൽ പേഷ്യന്റ് ഹെമറ്റൂറിയ ഒക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആയിട്ട് നമ്മൾ പറയുന്നതാണ്, ഈ സ്റ്റോണിന് നമ്മൾ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആക്കും. അതിനുശേഷം അതിന് നമ്മൾ പുറത്തേക്ക് കളയും അല്ലെ. സോ ഇവിടെ നോക്കിയാൽ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ആദ്യം ഈ സ്റ്റോണിനെ നമുക്ക് ലോക്കലൈസ് ചെയ്യണം അല്ലെ. സ്റ്റോണിന്റെ പൊസിഷൻ കൃത്യമായിട്ട് എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഈ സ്റ്റോണിന്റെ പൊസിഷൻ അറിയാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഫ്ലൂറോസ്കോപ്പി യൂസ് ചെയ്യാം അല്ലെ. ഫ്ലൂറോസ്കോപ്പി എന്താണ്? ഈ ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുക ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിയിലുള്ള എക്സ്റേസ് ആണ് അല്ലെ. എക്സ്റേസ് നമുക്കറിയാം യൂഷ്വലി പ്രഗ്നൻസിയുടെ ഇനീഷ്യൽ സ്റ്റേജിലൊന്നും നമ്മൾ കൊടുക്കാനേ പാടില്ല, കാരണം അത് ഫീറ്റസിന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കാം, ഫീറ്റൽ അനോമലീസ് ഉണ്ടാകാം. അപ്പൊ നോക്കി ഫ്ലൂറോസ്കോപ്പിയിൽ നമ്മൾ ഈ ഒരു 2 മാസം ആയിട്ടുള്ള പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിയെ കൊണ്ട് ഫ്ലൂറോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കാം അല്ലെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ലിത്തോട്രിപ്സി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി എന്ന് പറയാറുണ്ട്. അതായത് ഒരു റേഡിയേഷൻ നമ്മൾ കൊടുത്തിട്ട് ഈ പറയുന്ന സ്റ്റോണിന് നമ്മൾ ലൈസ് ചെയ്ത് അല്ലെങ്കിൽ പൊടിച്ച് കളയാണ് ചെയ്യുക. അപ്പൊ ഇതും ഈ പറയുന്ന ഒരു സിനാരിയോയിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നോക്കിയാൽ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക. പ്രിപ്പയർ ഫോർ ഫിസിക്കൽ എക്സാമിനേഷൻ. ഓപ്ഷൻ ബി ഹോൾഡ് ദ പ്രൊസീജിയർ ആൻഡ് ഇൻഫോം. ഓപ്ഷൻ സി ഹാവ് ദ കൺസെന്റ് സൈൻഡ്. ഓപ്ഷൻ ഡി പ്രിപ്പയർ ഫോർ ലിത്തോട്രിപ്സി. എന്തായിരിക്കാം കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? എനിവേ ഈ ഒരു കേസിൽ അല്ലേ 2 മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ലിത്തോട്രിപ്സി എന്ന് പറയുന്ന പ്രൊസീജിയർ ഒരു രീതി പറഞ്ഞാൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു
ഹോൾഡ് ദ പ്രൊസീജിയർ ആൻഡ് വി ഹാവ് ടു ഇൻഫോം അല്ലെ, നമുക്ക് സർജന് നമുക്ക് ഇൻഫോം ചെയ്യേണ്ടതായിട്ട് വരും ആഫ്റ്റർ ഹോൾഡിംഗ് ദ പ്രൊസീജിയർ. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ ഈ പറയുന്ന GCC എക്സാംസിന്റെ എല്ലാ എക്സാംസിന്റെയും കോച്ചിങ് എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ ആണ്. സോ നമുക്കറിയാം ഒരു പ്രാവശ്യം എക്സാം എഴുതാൻ തന്നെ അത്യാവശ്യം നല്ല ഫീസ് പേ ചെയ്തിട്ടാണ് നമ്മൾ എക്സാം എഴുതുക. അപ്പം വളരെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ പഠിച്ചിട്ട് എക്സാം എഴുതുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ നമുക്ക് പാസ് ആകാനായിട്ട് കഴിയും. സോ നമുക്ക് എഡ്യൂസ് അക്കാഡമിയിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, സീറ്റ് ഉറപ്പിക്കുക, അഡ്മിഷൻ എടുക്കുക, നന്നായിട്ട് പഠിക്കുക. സോ ദാറ്റ് നമുക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ എക്സാം പാസ് ആകാനായിട്ട് കഴിയും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.